സംഭവിക്കുന്നതോ സംഭവിക്കാനിടയുള്ളതോ ആയ കാര്യങ്ങളിൽ അമിതമായ ഉത്കണ്ഠയോ മാനസികമായ അസ്വസ്ഥതയോ ഉണ്ടാകുന്നതിനെയാണ് വറി അഥവാ ആകുലത എന്ന് പറയുന്നത്. ആകുലത എല്ലാ മനുഷ്യരിലും ഉണ്ടാകാം. എന്നാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി പോകുന്ന ആകുലതയ്ക്ക് നമ്മുടെ തലയിൽ വാസമൊരുക്കുമ്പോഴാണ് വ്യാകുലപ്പെടത്തക്കവണ്ണം ആകുലത മാറുന്നത്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ആകുലത നമ്മുടെ തലയ്ക്ക് മുകളിലല്ല ഇരിക്കേണ്ടത്, പകരം നാം ആകുലതയ്ക്ക് മുകളിലായിരിക്കണം. എന്നുവെച്ചാൽ ആകുലതയെ നിയന്ത്രിക്കുവാനും കീഴ്പ്പെടുത്തുവാനും നമുക്ക് കഴിയണം. ഇങ്ങനെ ഒരു വാചകമുണ്ട്: The eagle that soars in the upper air doesn't worry itself how it is to cross rivers. ഉയരത്തിലെ ആകാശവിരവിൽ പറന്നുയരുന്ന കഴുകന് നദികൾ എങ്ങനെ കടക്കുമെന്ന് സ്വയം ആകുലപ്പെടേണ്ടതില്ല. നമുക്കാർക്കും ആകുലതയിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാനാവില്ല. അത് വ്യത്യസ്ത ദിശകളിൽ നിന്നും വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നമ്മിലേക്ക് കടന്നു വരാം. പക്ഷേ ഒരു കഴുകനെ പോലെ ആകുലതയ്ക്ക് മുകളിലൂടെ പറന്നുയരുവാൻ നമുക്ക് കഴിയും എന്നോർക്കുക. ലോക മനുഷ്യർക്കില്ലാത്ത ഒരു ശക്തി ദൈവമുമ്പാകെ കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ശക്തി പ്രാപിച്ചവരാണ് പ്രശ്നങ്ങളുടെയും ആകുലതയുടെയും മുകളിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നത്. കഴുകന്മാർ ഉയരങ്ങളിൽ പറക്കുന്നു എന്ന കാരണത്താൽ അതിന് കീഴെയുള്ള ഒരു കാര്യങ്ങളെയും ഭയക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യത്തെക്കുറിച്ചും വിചാരപ്പെടുന്നതുമില്ല. നമ്മുടെ വാസം ഈ ഭൂമിയിലാണെങ്കിലും നമ്മുടെ ചിന്ത ഉയരത്തിലേതായിരിക്കണം. നമ്മുടെ ശരീരം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടു പോകുന്നുവെങ്കിലും നമ്മിലെ ആത്മമനുഷ്യൻ ഉയരങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കണം. രക്ഷിക്കപ്പെട്ട ഓരോ ക്രിസ്തുവിശ്വാസിയെയും സ്വർഗത്തിൽ ക്രിസ്തുയേശുവിൽ ഇരുത്തിയിരിക്കുകയാണെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ നാം ഉയരത്തിലുള്ളവരാകയാൽ കീഴെ ഭൂമിയിലുള്ള ഒരു ആകുലതയും നമ്മെ അലട്ടുവാൻ നാം അനുവദിക്കരുത്. നാം കർത്താവിനെ വിശ്വസിക്കുകയും അവനിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തിരിക്കയാൽ ഒരു ആശങ്കയും ആകുലതയായി മാറുകയില്ല. No one can trust God and worry at the same time. ആർക്കും ഒരേ സമയം ദൈവത്തിൽ ആശ്രയിക്കാനും ആകുലപ്പെടാനും കഴിയുകയില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മെക്കുറിച്ച് വിചാരമുള്ള, കരുതലുള്ള ഒരു സ്വർഗീയ പിതാവ് ഉയരത്തിൽ നമുക്കുള്ളതിനാൽ നാം നമ്മെക്കുറിച്ച് ഒരു കാരണവശാലും വിചാരപ്പെടേണ്ടതില്ല. ആകുലത മാറ്റി ആ സ്ഥാനത്ത് വിശ്വാസത്തെ സ്ഥാപിക്കുക. എന്തുകൊണ്ടെന്നാൽ ഫെയ്ത്ത് മൂവ് ദി ഹാൻഡ് ഓഫ് ഗോഡ്. വിശ്വാസം ദൈവത്തിൻ്റെ കൈ ചലിപ്പിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.